ഹായ് സ്റ്റുഡൻസ്, V4U മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2019-20 അധ്യയന വർഷത്തെ ഒന്നാം സെമസ്റ്റർ BA BSCയുടെ ഒന്നാം സെമസ്റ്റർ മലയാള സാഹിത്യം 1 എന്ന വിഭാഗത്തിലെ സിലബസിൽ ഉൾപ്പെട്ട രുക്മിണി സ്വയംവരം കുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളൽ പ്രസ്ഥാനത്തിൽ നിന്നുമെടുത്ത രുക്മിണി സ്വയംവരം എന്ന കവിതയുടെ 3ാമത്തെ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുക്മിണി തന്നുടെ സഖിമാരക്കഥ രുക്മിണിയോടും ചെന്നറിയിച്ചു. രുക്മിണി തന്നുടെ സഖിമാരക്കഥ രുക്മിണിയോടും ചെന്നറിയിച്ചു. ഈ സഖിമാർ രുക്മിണിയോട് അറിയിച്ച കഥ എന്താണ്? കഥ ഇങ്ങനെ: രാജകുമാരി, നിൻ്റെ വിവാഹകാര്യം തീരുമാനമായി എന്നാണ് സഖിമാർ രുക്മിണിയെ അറിയിക്കുന്നത്. ശിശുവായ നിന്നെ വിവാഹം കഴിക്കുവാൻ വരുന്നത് ശിശുപാലനാണ് പോലും. 10 വയസ്സ് മാത്രമുള്ള രുക്മിണിയുടെ വിവാഹമാണല്ലോ ഭീഷ്മക രാജാവ് നടത്താൻ പോകുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. ശിശു എന്ന പരാമർശം ഇവിടെ എത്രമാത്രം അനുയോജ്യം. ശിശുവിനെ പാലിക്കുന്നവൻ ശിശുപാലൻ എന്ന അർത്ഥത്തിലും സഖിമാരുടെ പ്രയോഗം വളരെ അർത്ഥപൂർണ്ണമാകുന്നു, അല്ലെങ്കിൽ ഔചിത്യപൂർണ്ണമാകുന്നു. രാജാവും യുവരാജാവും അങ്ങനെ തീരുമാനമെടുക്കുന്നത് പലരും കേൾക്കാനിടയായി പോലും. അങ്ങനെയാണ് തങ്ങൾ വിവരം അറിഞ്ഞതെന്ന് തോഴിമാർ വ്യക്തമാക്കുന്നു. ശിശുപാല മഹാരാജാവിനോട് മറ്റന്നാൾ ഇവിടേക്ക് എത്തുവാൻ ആളെ അയച്ചിട്ടുണ്ട് എന്നും എല്ലായിടത്തും അല്ലെങ്കിൽ ഈ വിവാഹകാര്യം ചർച്ചയായിരിക്കുന്നുവെന്നും സുന്ദരി, നിൻ്റെ വിവാഹശേഷം രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനാണ് ചേതി രാജാവായ ശിശുപാലൻ എന്നൊക്കെ പറഞ്ഞു കേട്ടതൊക്കെയായിട്ട് സഖിമാർ പറയുകയാണ്. ദുഃഖിക്കുകയല്ല, സന്തോഷിക്കുകയാണ് വേണ്ടതെന്നും വിവാഹമെടുത്ത ഈ സന്ദർഭത്തിലാണ് അവർ രുക്മിണിയെ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നത്. തങ്ങളുടെ പ്രിയങ്കരിയായ രാജകുമാരിയുടെ വിവാഹം ഏത് തോഴിമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സന്തോഷിക്കാനുള്ള അവസരമാണല്ലോ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ ചൂണ്ടി വയ്ക്കുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ. ചോദ്യം ശ്രദ്ധിക്കുക. ലക്ഷം മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവരൊന്നോ രണ്ടോ. ആരുടെ വാക്കുകളാണ് ഇവിടെ ഇങ്ങനെ പറയുന്ന സന്ദർഭമെന്ത്? രുക്മി തൻ്റെ പിതാവായ ഭീഷ്മകനോട് പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ കേൾക്കുന്നത്. സർവ്വഗുണസമ്പന്നനായ ഒരാൾക്ക് മാത്രമേ തൻ്റെ മകളെ നൽകുകയുള്ളൂ എന്നാണ് കുണ്ടിന രാജാവായ ഭീഷ്മകൻ പറയുന്നത്. ഇത് കേട്ടപ്പോൾ രുക്മി പറയുകയാണ്, കുറ്റം കൂടാതെയുള്ള മനുഷ്യർ ഭൂമിയിൽ കുറവായിരിക്കുമെന്നും ലക്ഷം മനുഷ്യരെ എടുത്താൽ അവരുടെ കൂട്ടത്തിൽ ലക്ഷണമൊത്തവർ 1 or 2 പേരായിരിക്കുമെന്നാണ് രുക്മിയുടെ അഭിപ്രായം. അവന് കൊടുപ്പാൻ മടിയില്ലേതും. പ്രതിപാദ്യം ഇവിടെ എന്ത്? അവന് കൊടുപ്പാൻ മടിയില്ലേതും. ഭീഷ്മക രാജാവ് സർവ്വഗുണഗണങ്ങളും വിജ്ഞാനവും കലാപാഠവും ശാസ്ത്രജ്ഞാനവും കാവ്യാദികളിൽ പ്രാവീണ്യം ഒക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവൻ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അവനെ ആദരവോടെ മകളെ മടിയില്ലാതെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അവന് കൊടുപ്പാൻ മടിയില്ലേതും. അതായത് സർവ്വഗുണസമ്പന്നനായ ഒരുവന് തൻ്റെ മകളെ കൊടുപ്പാൻ മടിയില്ല എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. വീണ്ടും ശാസ്ത്രപണ്ഡിതനായ വ്യക്തിയുടെ പോരായ്മ എന്തൊക്കെയാണ്? ശാസ്ത്രപണ്ഡിതനായ വ്യക്തിയുടെ പോരായ്മ ഇതൊക്കെയാണ്. അഗാധ ശാസ്ത്രജ്ഞാനമുള്ള ഒരുവന് പോരായ്മ അവൻ്റെ ശരീരം വികൃതമാണെന്ന് തന്നെയാണ്. അതുമാത്രമല്ല, വെടിവെച്ചാൽ പോലും ആ ശബ്ദം കേൾക്കാൻ കഴിയാത്ത വിധം അവൻ ബധിരൻ ആണെന്നുമാണ് പറയുന്നത്. കാക്ക കണ്ണുണ്ടെന്നൊരു ദോഷം. ആർക്കാണത്? കാക്ക കണ്ണുണ്ടെന്നൊരു ദോഷം. ഒരുവന് വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഹൃദ്യസ്ഥമാണ്. വ്യാകരണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ഗ്രാമർ. ഒരുവന് വ്യാകരണങ്ങളുടെ മുഴുവൻ വ്യാഖ്യാനങ്ങളൊക്കെ ഹൃദ്യസ്ഥമാണ്, മനപ്പാടമാണ്, സംസാരം ഫലിതം നിറഞ്ഞതുമാണ്. പക്ഷെ അവൻ ഒരൊറ്റ കുഴപ്പം, കോങ്കണ്ണനാണ് എന്നാണ്. അതാണ് കാക്കക്കണ്ണ് എന്ന് പറഞ്ഞത്, കോങ്കണ്ണൻ. വീണ്ടും, ഒരിക്കൽ കേട്ടാൽ അങ്ങ് ഗ്രഹിക്കാം. ഇവിടെ പറയുന്ന പ്രതിപാദ്യമെന്ത്? ലക്ഷശ്ലോകങ്ങളായാലും ഒരു പ്രാവശ്യം കേട്ടാൽ ഗ്രഹിക്കാൻ കഴിയും. പക്ഷേ അയാൾക്ക് അവയിൽ ഒന്നുപോലും വിക്കുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ല കഥകൾ ധാരാളം അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. പക്ഷേ കംസൻ എന്ന് പറയണമെങ്കിൽ കാക്കാ കംസൻ എന്നും പൂ പുത്രൻ എന്നൊക്കെ പറയാൻ പറ്റുകയുള്ളൂ. വീണ്ടും, നല്ലൊരു ജാതിയിൽ വന്നു പിറന്നു എന്താണ് അയാളുടെ പരിമിതി? നല്ല ജാതിയിൽ വന്നു പിറന്നു, പക്ഷെ പരിമിതിയുണ്ട്. നല്ല ജാതിയിൽ വന്നു പിറന്നവനെങ്കിലും നല്ല രൂപഗുണമുള്ളവനെങ്കിലും ഹരിശ്രീ എന്നൊരു ആദ്യ അക്ഷരം പോലും അവൻ്റെ അരികിലൂടെ പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ. അവൻ്റെ
പ്രൗഢിയെല്ലാം കണ്ടാൽ മഹാനാണെന്ന് തോന്നും, എങ്കിലും മൂഢതയല്ലാതെ അവനിൽ ഒന്നുമില്ലെന്നാണ് ഇവിടെ വ്യംഗ്യം അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ഏകന ദോഷമതേ മദേവമ ഏകന ദോഷമദേവമ സംഖ്യം ഏകന ദോഷമദേവമ സംഖ്യം. ഇവിടെ എന്താണ് ഇങ്ങനെ പറയുന്നത്? ഗണിതത്തിലും വൈദ്യത്തിലും അതിപ്രഗത്ഭനും ഗുണവാനും കീർത്തികേട്ടകനുമായ ഒരു വ്യക്തി, പക്ഷെ അവന് സമൂഹമായി യാതൊരു ബന്ധവുമില്ല. കണ്ടാൽ സുന്ദരനാണെങ്കിലും തോന്നിവാസവും കോപവും വളരെയധികമാണ് അവന്. കാണുന്നവരോടെല്ലാം വഴക്കടിക്കും, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അടിയുണ്ടാക്കും. ഇങ്ങനെ നടക്കുന്ന സ്വഭാവമുള്ളവൻ കൊമ്പൻ മീശയും തോക്കുമായി ഈ നാട്ടിലെ കേമനാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച് ഉശാന്താടിയുമായി നടക്കുന്ന ഇവൻ യുദ്ധക്കളത്തിലെത്തിയാൽ ഒന്നിനും കൊള്ളാത്തവനായ ഒരു ഭീരുവാണെന്ന് തെളിയുമെന്നൊക്കെയാണ് ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പഞ്ഞിക്കണക്കു നരച്ച വൃദ്ധൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ് കവി പറയുന്നത്? പഞ്ഞി പോലെ അങ്ങ് നരച്ച വൃദ്ധൻ, കഞ്ഞി കുടിക്കാനുള്ള വകയില്ല, മീശയും താടിയും വളർത്തി 50 വർഷത്തോളമായി നടപ്പാണ്. പടകളിൽ ചെന്ന് വഴക്കടിക്കാനും തോക്കെടുത്ത് നടക്കാനും ഒരു മടിയില്ല. സദ്യ നടക്കുന്നിടങ്ങളിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് പാട്ടും പാടി നടക്കും. വീട്ടിലിരുന്നാൽ കടക്കാരെത്തും, കടം വീട്ടാനുള്ള മുതലും കയ്യിലില്ല. വീണ്ടും ഇങ്ങനെ പൂർവന്മാരെ കൊണ്ടൊരു ഭംഗിക്കാരൻ ഭാഷിക്കുന്നു. എന്താണ് ഭാഷിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്? അയാളുടെ അമ്മാവൻ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവനാണ്, മികച്ച കവിയാണ്, പക്ഷെ ഭക്ഷണത്തിന് വകയില്ലാതില്ല. മരുമക്കത്തായ സമ്പ്രദായമായതുകൊണ്ട് സ്വത്തുക്കളുടെ അവകാശികൾ മരുമക്കളാണെങ്കിലും അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കും പല സമ്മാനങ്ങളും കൊടുത്ത് കുടുംബത്തിലുള്ളവർക്ക് തിന്നാനില്ലാത്ത അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും എന്നതുപോലെ നന്നായി വരുമതി സുന്ദരനാമ അവനോട് ഇവൾ ചേർന്നാൽ, ഇവിടെ എന്താണ് സുന്ദരനായ അവനോട് ഇവൾ ചേർന്നാൽ എന്നതുപോലെ നന്നായി വരുമെന്ന് പ്രതിപാദിക്കുന്നത്? ഹിമവാൻ തൻ്റെ മകളായ പാർവതിയെ പരമശിവന് വിവാഹം ചെയ്തു കൊടുത്തു. കഥ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ മികച്ച ചേർച്ചയുള്ള ദമ്പതിമാരായി തീരാനും ശിശുപാലന രുക്മിണിക്കും സാധിക്കുമെന്നും ശിശുപാലന രുക്മിണിയും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ഉയർന്ന നിലയിലാണ് എന്നും പറഞ്ഞു വയ്ക്കുകയാണ്. വേദിയർ പലരും ബഹുമാനിക്കുന്ന ശിശുപാലൻ്റെ ജനനസമയത്തുള്ള പ്രത്യേകത എന്തായിരുന്നു? പറഞ്ഞ കഥ തന്നെ വീണ്ടും ശ്രദ്ധിക്കുക. പിറന്ന സമയത്ത് ശിശുപാലന് 3 കൈ ഉണ്ടായിരുന്നുവെന്നും കാണാൻ സുന്ദരനായിരുന്നെന്നും അവൻ്റെ ശത്രുവായിട്ടുള്ള ഒരുത്തൻ പോയി അവനെ കയ്യിലെടുത്ത സമയത്ത് 3ാമത്തെ കൈ അപ്രത്യക്ഷമായി എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. വീണ്ടും അതിലൊരു പാതി നമുക്കില്ലർത്ഥം. ശിശുപാലൻ്റെ ധനസമൃദ്ധിയെക്കുറിച്ചാണ് രുക്മി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. മതിലും 7 നില മാളികയും ചന്ദ്രമണ്ഡലത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന വലിയ കെട്ടിടങ്ങളും സ്വന്തമായുള്ള ശിശുപാലൻ. ധനസ്ഥിതിയെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ധാന്യങ്ങളും ധനങ്ങളും അളവറ്റ രീതിയിലുണ്ട്. ആലോചിച്ചാൽ ചേതി രാജാവിൻ്റെ ധനസമൃദ്ധിയുടെ മുൻപിൽ കുണ്ടിന രാജ്യത്തിന് പകുതി പോലുമില്ലെന്നാണ് രുക്മി പറഞ്ഞു വെച്ചത്. ഇങ്ങനെ നിന്നുടെ മാനസമെങ്കിലത് അങ്ങനെയെന്ന് പിതാവരുൾ ചെയ്തു. സന്ദർഭമെന്ത്? തൻ്റെ സുഹൃത്തും ചേതി രാജ്യത്തിൻ്റെ അധിപതിയുമായ ശിശുപാലനുമായിട്ട് തൻ്റെ സഹോദരിയുടെ വിവാഹം ചെയ്തു കൊടുക്കണമെന്ന് അച്ഛനോട് പറയുന്നു. രുക്മി അച്ഛനോട് പറയുന്നു. ശിശുപാലൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സമ്പത്തിനെക്കുറിച്ച് രുക്മി പിതാവിനോട് വിസ്തരിച്ച് പറഞ്ഞപ്പോൾ പിതാവ് പറയുകയാണ്, നിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അത് നടക്കട്ടെ എന്ന്. ഖേദിക്കരുതേ രുക്മിണി നിന്മതി മോദിക്കേണം അടുത്തു വിവാഹം. ഖേദിക്കരുതേ രുക്മിണി നിന്മതി മോദിക്കേണം അടുത്തു വിവാഹം. രുക്മിണിയുടെ വിവാഹം നടക്കാൻ പോകുന്നതറിഞ്ഞ് തോഴിമാർ അവളുടെ സമീപത്തെത്തി പറയുന്ന വാക്കുകളാണ് ഇതെല്ലാം. ശിശുപാല രാജാവ് രുക്മിണിയെ വിവാഹം കഴിക്കാൻ പോകുന്ന വാർത്തയറിഞ്ഞ് മറ്റന്നാൾ അദ്ദേഹത്തോട് വരാനായി പറയാൻ ആളെ അയച്ചിട്ടുണ്ട് എന്നും തോഴിമാർ പറഞ്ഞു കേൾപ്പിക്കുന്നു. രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായ രാജാവാണ് ശിശുപാലനെന്നും ദുഃഖിക്കാതെ സന്തോഷവതിയായിരിക്കണമെന്നൊക്കെയാണ് തോഴിമാരുടെ വാക്കുകൾ കുഞ്ചൻ നമ്പ്യാർ ഈ വരികളിലൂടെ പറഞ്ഞ് വയ്ക്കുന്നത്. അടുത്തതായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ പാഠത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാർ സാമൂഹിക വിമർശനം ഏറ്റെടുത്ത് രുക്മിണി സ്വയംവരത്തിലൂടെ അവതരിപ്പിക്കുന്നു. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കൈരളിയുടെ പൊട്ടിച്ചിരിയാണ്, ഹാസ്യ സാമ്രാട്ടാണ് കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞു. അപ്പം കൈരളിയുടെ വളർത്തച്ഛനാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ മലയാള ഭാഷയെ വളർത്തുന്നതിൽ വളർത്തച്ഛനായിട്ട് തൻ്റെ
കടമ നിറവേറ്റിയ ആളാണ് കുഞ്ചൻ നമ്പ്യാർ, നിറവേറ്റിയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അതുകൊണ്ട് തന്നെ സാമൂഹിക വിമർശനം, അതായത് സമൂഹത്തിൽ കാണുന്ന വേർതിരിവുകളെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിമർശനത്തിലൂടെ കവിതകളിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം സാമൂഹിക വിമർശനത്തെ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. അതിന് ഉപോത്ബലകമായി നിൽക്കുന്ന നമ്മൾ പഠിക്കുന്ന കവിതയാണ് രുക്മിണീ സ്വയംവരം. പ്രാചീന കവിത്രയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതിനു മുൻപ് ഞാൻ പറഞ്ഞു വച്ചിട്ടുള്ളതാണ്. പ്രാചീന കവിത്രയങ്ങളെന്ന് പറയുന്നത് ചെറുശ്ശേരി, എഴുത്തച്ഛൻ നമ്പ്യാർ എന്നിവർ ആണ്. ആധുനിക കവിത്രയങ്ങൾ ആശാനുള്ളൂർ, വള്ളത്തോൾ. ഇപ്പോൾ രണ്ട് ഭാഗവും പിടികിട്ടിയല്ലോ. അപ്പോൾ പ്രാചീന കവിത്രയങ്ങളിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ, പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ കവി തന്നെയാണ്. നാട്ടുഭാഷയുടെ എല്ലാ സൗന്ദര്യവും അദ്ദേഹം തൻ്റെ കവിതകളിൽ കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമാക്കി ഈ കലാരൂപത്തെ സമ്പന്നമാക്കിയത് നമുക്ക് കാണാം. കേട്ടറിവും നാട്ടറിവും പഴഞ്ചൊല്ലും ഒക്കെ കുഞ്ചൻ നമ്പ്യാർ വളരെ ധാരാളിത്തത്തോടെ തുള്ളൽ പ്രസ്ഥാനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും നമ്പ്യാർ പറയും. ആ ഒരു പിൻബലത്തോടെയാണ് ഈ കവിത അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനത്തെ കുഞ്ചൻ നമ്പ്യാർ മികവുറ്റതാക്കുന്നത്. അച്ചിക്ക് ദാസ്യപ്രവൃത്തി ചെയ്യുന്നവൻ കൊച്ചിക്ക് പോയെങ്ങ് തൊപ്പിയിട്ടിടണം എന്ന് പാടുമ്പോൾ തന്നെ സദസ്സിൽ മുൻനിരയിൽ രാജാവ് ഉണ്ടായിരുന്നു. പെൺവാക്ക് കേട്ട് ഭരിക്കുന്നവനാണ് രാജാവെന്ന അപശ്രുതി നിലനിൽക്കുകയാണ് ഈ പറച്ചിൽ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഉയരുന്നത്. രാജാവിനൊപ്പം പോകുമ്പോൾ ചാണകമിട്ടുകൊണ്ടിരുന്ന പശുവിനെ നോക്കി നിനക്കും പക്കത്താണോ ഊണ് എന്ന് നമ്പ്യാർ പറയുകയും പിറ്റേ ദിവസം തൊട്ട് അകത്തൂട്ട് പോലെ തന്നെ ഗംഭീരമായ പുറത്തൂട്ട് തരപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അന്ന് സമൂഹത്തിൽ നിലനിന്ന ഉച്ചനീചത്വങ്ങളെയൊക്കെ ഒരു മറവുമില്ലാതെ പറയാൻ കുഞ്ചൻ നമ്പ്യാർ ശ്രമിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ താൻ കേട്ടിട്ടുള്ള നാട്ടറിവിനെയും കേട്ടറിവിനെയും പഴഞ്ചൊല്ലിനെയും വളരെ മനോഹരമായിട്ട് കുഞ്ചൻ നമ്പ്യാർ കവിതകളിലൂടെ ആലേഖനം ചെയ്യുന്നുണ്ട്. അപ്പം രാജാവ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പായസത്തിന് കയ്പാണെന്ന് എല്ലാവരും പിന്താങ്ങിയെങ്കിലും നമ്പ്യാർ മാത്രം പഞ്ചസാരയുടെ കയ്പ് എനിക്കിഷ്ടമാണെന്ന് പറയുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പായസം നന്നായി കഴിച്ചു. ഇതിൽ നിന്നല്ല നമ്പ്യാർ എന്ന എഴുത്തുകാരനിലെ ശക്തനായ അല്ലെങ്കിൽ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടുന്ന ശക്തനായ ഒരു പോരാളിയെ നമുക്ക് കാണാം. താൻ ജീവിക്കുന്ന സമൂഹത്തിലെ ജീർണതകൾക്ക് നേരെ ഒരു ചൂണ്ടുവിരൽ നമ്പ്യാർ എന്നും ചൂണ്ടിക്കൊണ്ടിരുന്നു. അത് ആരാണെന്നോ വലിപ്പച്ചെറുപ്പമെന്നോ ഒന്നും നമ്പ്യാർക്ക് പരിഗണനയിലുണ്ടായിരുന്നില്ല. വർത്തമാനകാലത്തെ ജീവിതാവസ്ഥകളിൽ അസംതൃപ്തനും അസഹിഷ്ണുവുമാവുമ്പോൾ ആക്ഷേപകാശത്തിലൂടെ അതിന് പരിഹാരം കാണാൻ കുഞ്ചൻ നമ്പ്യാർ ശ്രമിച്ചു. ഗ്രാമീണരുടെ ഭാഷ, ഗ്രാമീണർ പറയുന്നതും പ്രൗഢ കഥാപാത്രങ്ങളുടെ ഭാഷ അത്തരക്കാർ പറയുന്നതും കാവ്യത്തിൽ മനോഹരമായിട്ട് അദ്ദേഹം അങ്ങ് അവതരിപ്പിച്ചു. പക്ഷേ എപ്പോഴും ലളിതപദത്തോടായിരുന്നു കുഞ്ചൻ നമ്പ്യാർക്കിഷ്ടം. സ്വാഭാവികതയും നാടോടിത്തവും ലാളിത്യവും ആർജവും ഒക്കെ നമ്പ്യാരുടെ ഭാഷയുടെ പ്രത്യേകതകളാണ്. തുള്ളൽ കാണാൻ വന്നിരിക്കുന്നവരെക്കുറിച്ച് എപ്പോഴും അദ്ദേഹം നല്ല ബോധവാനായിരുന്നുവെന്ന് ഈ ലളിതപദങ്ങളുടെ ഉപയോഗത്തിലൂടെ നമുക്ക് കാണാം. കഥ ഇങ്ങനെയായിരുന്നു. രുക്മി തൻ്റെ പിതാവായ, അതായത് ഇനി കഥയിലേക്കാണ് പോകുന്നത്. ഇത്രയും നേരം തുഞ്ചൻ അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞത് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തെ ആസ്പദമാക്കി കുഞ്ചൻ നമ്പ്യാർ സമൂഹത്തോട് കാണിച്ച പ്രതിബദ്ധതയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനി രുക്മിണീ സ്വയംവരം മുൻനിർത്തി നമുക്ക് പഠിക്കാം. രുക്മി തൻ്റെ പിതാവായ ഭീഷ്മകനോട് കുറ്റമില്ലാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കുമെന്നും 1,00,000 പേർക്കിടയിൽ ലക്ഷണമൊത്തവർ 1-2 പേരെ കാണുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. പിന്നീട് ശാരീരികമായ പോരായ്മകളെക്കുറിച്ച് വരെ സംസാരിക്കുന്നത് നമുക്ക് കവിതയിൽ കാണാം. അത് അവരുടെ ദോഷമല്ലല്ലോ. അതിനുശേഷം വരുത്തി വയ്ക്കുന്ന വിനകളെക്കുറിച്ചും പിഴവുകളെക്കുറിച്ചൊക്കെ കുഞ്ചൻ നമ്പ്യാർ സംസാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം മനുഷ്യന് എത്ര വിലപ്പെട്ടതാണെന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. നല്ല ജാതിയിൽ വന്നു പിറന്ന സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ, പക്ഷേ അവന് അക്ഷരാഭ്യാസമില്ല. അതായത് തൻ്റെ കാലഘട്ടത്തിൽ, താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പുറമോടിയിൽ ശ്രദ്ധിച്ച് കേമന്മാരായി നടക്കുന്ന പല വിവരദോഷികളെയും കുഞ്ചൻ നമ്പ്യാർ കണ്ടു. അപ്പോൾ
തൻ്റെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ ഒപ്പി എടുക്കുന്നത്. ഹരിശ്രീ എന്ന് തുടങ്ങുന്ന ആദ്യാക്ഷര പഠനത്തിൽ ഹരി എന്ന വാക്കുപോലും എഴുതാൻ അറിയാത്ത ഒരാളെക്കുറിച്ച് നമ്പ്യാർ ഇങ്ങനെ പറയാൻ ഇതിരുന്നെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. പഠിക്കാൻ അവസരമില്ലാഞ്ഞിട്ടല്ല. നേരത്തെ പറഞ്ഞല്ലോ, ഉയർന്ന ജാതിയിൽ വന്ന് പിറന്നവനായതുകൊണ്ട് അവന് പഠിക്കാൻ ധാരാളം അവസരമുണ്ട്. പക്ഷേ നേടാൻ താല്പര്യമില്ലാത്ത അവസ്ഥയാണ് അവനെ അങ്ങനെ ആക്കുന്നത്. വിദ്യാഭ്യാസം ആർജിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന വരികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇന്നിൻ്റെ നേരെ അല്ലെങ്കിൽ നമുക്ക് നേരെ ചൂണ്ടുന്ന ഒരു വിരലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രൗഢിയൊക്കെ കണ്ടാൽ എന്തോ വലിയൊരാളാണെന്ന് തോന്നുമെങ്കിലും വിഡ്ഢിത്തമല്ലാതെ പറച്ചിലും പ്രവൃത്തിയിലും ഒന്നും കാണാനില്ല എന്ന രൂക്ഷ വിമർശനം കുഞ്ചൻ നമ്പ്യാർ സമൂഹത്തിന് നേരെ ചൂണ്ടുന്നു. ഗണിതശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും പ്രാഗൽഭ്യവും ഗുണവാനുമായി പേര് കേട്ട ഒരാളുണ്ട്. പക്ഷെ പുറം ലോകത്തെക്കുറിച്ചോ മറ്റു മനുഷ്യരെക്കുറിച്ചോ യാതൊരു അറിവുമില്ല. ഇങ്ങനെയുമുള്ള ആളുകൾ ധാരാളം. അവന് സമൂഹമായിട്ട് ഒരു അടുപ്പവുമില്ല. മറ്റുള്ളവരുടെ എങ്ങനെ പെരുമാറണമെന്നും മനുഷ്യത്വവും കാരുണ്യമില്ലാതെ ജീവിക്കുന്നത് എന്തെല്ലാം അറിവും ഗുണങ്ങളും ഉണ്ടെങ്കിലും ശരിയല്ല എന്ന് നമ്പ്യാർ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ മനുഷ്യന് മനുഷ്യത്വവും കാരുണ്യവും ഉണ്ടായിരിക്കണം. കുളത്തിലിരിക്കുന്ന തവളയ്ക്ക് കുളമാണ് ലോകമെന്ന് തോന്നിയേക്കാം. അതുപോലെയാണ് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെയും മനുഷ്യരെയും അറിയാതെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. കുളത്തിലിരിക്കുന്ന തവള, കൂപമണ്ടൂകം. വേറൊരുത്തൻ കണ്ടാൽ സുന്ദരനും യോഗ്യനുമാണ്, പക്ഷേ തോന്നിവാസവും കോപവുമാണ് സ്വന്തം. ഇത് രണ്ടും ഒരു സമൂഹ ജീവിക്ക് യോജിച്ച കാര്യമല്ലെന്ന് കുഞ്ചൻ നമ്പ്യാർ സൂചിപ്പിക്കുന്നു. കാണുന്നവരോടെല്ലാം വഴക്കടിച്ചും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിപിടി ഉണ്ടാക്കുന്നവരും ഈ സമൂഹത്തിന് നാടക്കേടും ഭാരവുമാണെന്ന് കുഞ്ചൻ നമ്പ്യാർക്ക് സൂചിപ്പിക്കുന്നു. ഇത്തരക്കാരെ ചുറ്റും കണ്ടിട്ടുള്ള നമ്പ്യാർ സ്റ്റേജിൽ തൻ്റെ തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ മനുഷ്യനാണെങ്കിൽ ബോധോദയമുണ്ടാകും. ഇങ്ങനെ നടക്കുന്നത് ശരിയല്ലെന്നും താനൊരു സാമൂഹ്യ ദ്രോഹിയാണെന്നും അയാൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവന് തിരിച്ചറിവുണ്ടാകണം. തുള്ളൽ ഒരു ദൃശ്യ ശ്രാവ്യ കലാരൂപമാണ് എന്നത് സത്യം ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ദൃശ്യ ശ്രാവ്യ കലാരൂപമാണ് തുള്ളൽ. അത് ജനങ്ങളുടെ മുൻപിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരക്കാർക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. പൊങ്ങച്ചവും വീമ്പും പറഞ്ഞ് മേനി നടിച്ച് നടക്കുന്നവർക്ക് നമ്പ്യാരുടെ വക കനത്ത അടിയുണ്ട്. തോക്കും പിടിച്ച് ഞാനാണ് ഈ നാട്ടിൽ ഏറ്റവും കേമനെന്ന് പറഞ്ഞ് കൊമ്പൻ മീശയും പിരിച്ച് നടക്കുന്നവൻ ഊശാന്താടിക്കാരനെ ശരിക്കൊന്ന് നമുക്ക് അടുത്തറിയണമെങ്കിൽ യുദ്ധം നടക്കുന്നിടത്ത് കൊണ്ടുവിടണം. ഒന്നിനും കൊള്ളാത്തൊരു ഭീരുവാണെന്ന് അപ്പോൾ നമുക്ക് കാണാം. പുച്ഛവും തോന്നും. യുദ്ധക്കളം വീരന്മാർക്കുള്ളതാണ്. വാക്കുകൊണ്ടല്ല ആയുധം കൊണ്ടാണ് യുദ്ധം നടത്തുന്നത്. അവൻ ഒരലങ്കാരത്തിനെന്നവണ്ണം കൊണ്ടു നടക്കുന്ന ഒന്നാണ് തോക്ക്. അതല്ലാതെ അത് പ്രയോഗിക്കാനുള്ള പ്രായോഗിക പരിജ്ഞാനം തൻ്റെ ഇടമോ ഒന്നോ അവനിൽ കാണുന്നില്ല. സമൂഹത്തിൽ ഇത്തരം ജീർണതകളെ സമൂഹമധ്യത്തിൽ നിർത്തി വിചാരണ ചെയ്യാൻ നമ്പ്യാരെ പോലെ ഒരു ഹാസ്യ സാമ്രാട്ടിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്നതും സത്യം. താടിയും മീശയും നീട്ടി പഞ്ഞി കണക്കെ നരച്ച മുടിയുമായി നടക്കുന്ന ഒരു വയസ്സൻ. കഞ്ഞി കുടിക്കാൻ അവന് ഒരു വകയുമില്ല. പക്ഷേ യുദ്ധം നടക്കുന്നിടത്ത് കടന്ന് ചെന്ന് വഴക്കുണ്ടാക്കാൻ അയാൾക്ക് യാതൊരു മടിയുമില്ല. തോക്കുമെടുത്ത് നടക്കുകയാണ്. മരണമടുത്തു എന്ന ചിന്തയൊന്നും അയാൾക്കില്ല. എവിടെയെങ്കിലും സദ്യ ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ചെന്ന് ഭക്ഷണം ഒപ്പിക്കും. കടം പെരുകിയതിനാൽ വീട്ടിലിരിക്കാനും വയ്യ. കാരണം ഏതു നേരവും വീട്ടിൽ കടക്കാർ അന്വേഷിച്ചെത്തും. കൊടുത്തു തീർക്കാനാണെങ്കിൽ ഒന്നുമില്ലതാനും. പ്രായമാകുന്ന മനുഷ്യന് അതിന് കുറച്ച് ബോധം വേണം. വലിയ പ്രതാപവും പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലൊക്കെ പോയി വഴക്കുണ്ടാക്കിയാൽ അത് വലിയ പ്രശ്നമാണ്. തൻ്റെ പരാധീനതകളെക്കുറിച്ച് ഒട്ടും ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന വൃദ്ധന്മാരെക്കുറിച്ചാണ് ഇവിടെ നമ്പ്യാർ സൂചിപ്പിക്കുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു അവതരണ ശൈലിയിലും കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മരുമക്കത്തായ കുടുംബത്തിൽ ജന്മം കൊള്ളുന്ന അസ്വാരസ്യങ്ങളുടെ അടിയൊഴുക്കും നമ്പ്യാർ വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു. അതായത് താൻ ജീവിക്കുന്ന സമൂഹത്തിൽ കണ്ട കാഴ്ചകൾ തന്നെയാണ് നമ്പ്യാർ തൻ്റെ കൃതിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. നമ്പ്യാർ വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അമ്മാവനെക്കുറിച്ച് മരുമകൻ പറയുന്ന ആവലാതികൾ. അതായത് അക്കാലത്ത് മരുമക്കത്തായ തറവാടുകളിൽ ഭരണം നടത്തിയിരുന്നത് അമ്മാവന്മാരാണ്. സ്ത്രീകൾക്കാണ് കുടുംബസ്വത്തിന് അവകാശം. പക്ഷെ ഭരണം നടത്തുന്നത് സഹോദരനായിരിക്കും. ഈ സഹോദരൻ മരുമക്കത്തായ വ്യവസ്ഥയുടെ നിയമങ്ങൾ പാലിക്കാത്തവനാണ് എങ്കിൽ മരുമക്കൾക്ക് പലതും സഹിക്കേണ്ടി വരും. അമ്മാവൻ കേമനാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്. കാവ്യങ്ങൾ എഴുതി സമ്മാനങ്ങൾ നേടുന്ന വ്യക്തിയും കൂടിയാണ്. പക്ഷേ മരുമക്കളെ മറന്ന് തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബസ്വത്തിൽ നിന്നെടുത്ത് സമ്മാനങ്ങൾ നൽകി അതെല്ലാം നശിപ്പിക്കുന്നു. ഇപ്പോൾ മരുമക്കൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക പോലുമില്ല. തൻ്റെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ സത്യസന്ധമായ ഒരു വസ്തുതയാണ് നമ്പ്യാർ ഇവിടെ
വ്യക്തമാക്കുന്നത്. മരുമക്കത്തായ വ്യവസ്ഥയുടെ ദൂഷ്യവശങ്ങളും നിസ്സഹായ അവസ്ഥകളും ദാമ്പത്യത്തിൽ നിഷേധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യമൊക്കെ ഈ അവതരണത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നമ്പ്യാരുടെ തുള്ളലുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ലാളിത്യവും ഫലിതവും ആണ്. ഒപ്പം തന്നെ പരിഹാസം കാണാം, സാമൂഹിക വിമർശനം കാണാം. ഒപ്പം പരിതസ്ഥിതികളുടെ യഥാർത്ഥപരമായ പ്രതിഫലനവും കൂടെ സുന്ദരമായ വർണ്ണനകളും കേരളീയതയും സാരോപദേശങ്ങളും ലോകതത്വങ്ങളും എല്ലാം നമ്പ്യാരുടെ കൃതികളുടെ സവിശേഷതകളാക്കി മാറ്റുന്നു. അല്ലെങ്കിൽ നമ്പ്യാരുടെ കൃതികളുടെ സവിശേഷതകളായി ഇവ മാറുന്നത് നമുക്ക് ഈ രുക്മിണി സ്വയംവരത്തിലൂടെ കാണുവാൻ കഴിയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത ഭാഗത്ത് തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒരു ചെറിയ വിവരണം മാത്രം ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.